ഹലോ എവ്രി വൺ, വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി ഇൻസൈറ്റ്. ഇന്ന് നിങ്ങളുടെ ചിന്താധാരയിലേക്ക്, ആശയമണ്ഡലത്തിലേക്ക് എനിക്കറിയുന്ന ചില കാര്യങ്ങൾ കൂടി സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അറിവിനെയും തിരിച്ചറിവിനെയും കുറിച്ചും അത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മനോഹരമായിട്ട് പകർന്നു നൽകാൻ കഴിയും എന്ന കുഞ്ഞു വിശ്വാസത്തോടെ ഞാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കുമെന്നും നിങ്ങളുടെ കാതുകൾ എന്നെ കേൾക്കും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്കറിയാം, അറിവ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റാണ്, ഇൻഫർമേഷനാണ്, ആണ്. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് നോളജ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, ശരി, സമ്മതിച്ചു. അങ്ങനെയാകുമ്പോൾ അറിവെന്താണ്? ഒരു സമ്പത്തായി മാറും അല്ലേ. ഇത്തരം സമ്പത്ത് നമുക്കറിയാം അധികമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ധൂർത്തായി മാറും. ഈ സമ്പത്തും ധൂർത്തും തമ്മിലുള്ള ഒരു നൂൽപ്പാലല്ലേ, ചെറിയ നൂൽപ്പാലം. ആ നൂൽപ്പാലത്തിൻ്റെ ഇടയിൽ ഒരു തടസ്സമുണ്ട്. ആ തടസ്സത്തെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ്, അഥവാ അതിനെ മനോഹരമായിട്ട് നമുക്കിങ്ങനെ വിളിക്കാം, തിരിച്ചറിവ്. ശരി, അപ്പോൾ നമുക്ക് അറിവും തിരിച്ചറിവും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം മനസ്സിലായില്ലേ? അതെ, എങ്കിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. അതായത് അറിവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയാമെന്നുള്ളതാണ്. പക്ഷേ അതെങ്ങനെ പ്രയോഗിക്കണം, എപ്പോൾ പ്രയോഗിക്കണം, ഏതളവിൽ പ്രയോഗിക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യമാണ് തിരിച്ചറിവ്. ഓക്കെ, അപ്പം നമുക്ക് അറിവും കിട്ടി, തിരിച്ചറിവും കിട്ടി. എങ്കിൽ നമുക്ക് ഇനി ഒരു കോട്ട് നോക്കാം. കോട്ടല്ല, നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വാമൊഴിയുണ്ട്. അതായത് മനുഷ്യന് വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, അതായത് അറിവുണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവും കൂടി ഉണ്ടാവണമെന്ന്. എന്താ ഉദ്ദേശിക്കണേ? അതായത് ഒരു മനുഷ്യന് ഒരു സാഹചര്യത്തിൽ വിവരം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനുപരി അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളൊരു നോളജും കൂടി ഉണ്ടാവണം. അങ്ങനെ അതായത് വിസ്ഡം കൂടി ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് കാണുകയാണ് എങ്കിൽ അയാൾ ശുശ്രൂഷിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്കറിയാം, നല്ല ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കൊടുക്കാമെന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ വിളിക്കുന്ന പേരാണ് തിരിച്ചറിവ്. അല്ലെങ്കിൽ ആ മനസ്സിൽ അപ്പുണ്ടായിട്ടുള്ള ഒരു എമ്പതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ നന്മ ഉണ്ടല്ലോ, ആ ഹൃദയ വിശാലത ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് ഇങ്ങനെ സ്നേഹത്തോടെ തിരിച്ചറിവ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ശരി, അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് തിരിച്ചറിവ് നമുക്ക് എവിടുന്നാണ് കിട്ടുക? അതെ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, ജീവിത പാഠങ്ങളിൽ നിന്ന്, മൂല്യങ്ങളിൽ നിന്ന്, ഇത്തരം ഇടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? തിരിച്ചറിവ് കിട്ടും. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ തിരിച്ചറിവ് എന്താണ്? ഒരു സ്കില്ല് കൂടിയാണ് അല്ലേ, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ അനുഭവത്തിലൂടെയൊക്കെ. അല്ലാതെ ആർക്കും ആദ്യം അങ്ങോട്ട് തിരിച്ചറിവൊന്നും ഉണ്ടാവില്ല. ശരി, അങ്ങനെയാകുമ്പോൾ തിരിച്ചറിവിനെ ഇല്ലാണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താ? അത് നിങ്ങളുടെ വികാരങ്ങളാണ്. ദേഷ്യമാവട്ടെ, സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയെ ഇല്ലാണ്ടാക്കും, അല്ലെങ്കിൽ ഇത്തിരി സമയത്തേക്ക് അതിനെ ഇങ്ങോട്ട് പോസ് ചെയ്യും, അങ്ങനെ പറയാം അല്ലേ. നിങ്ങളുടെ തിരിച്ചറിവിനെ ചില നിമിഷങ്ങൾക്ക് മാത്രം ഒന്ന് സ്റ്റക്കാക്കി വെക്കും. പക്ഷേ അവിടെ നിങ്ങൾക്ക് തിരിച്ചറിവിന് ഒരു പടി കൂടി മുൻപിൽ നിൽക്കാൻ പറ്റണം. നിങ്ങളുടെ തിരിച്ചറിവിന് ഒരു പടി കൂടി നിങ്ങളുടെ ഇമോഷനുകളെ കടന്ന് മുന്നിൽ നിൽക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റും? നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനായിട്ട് മാറാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ ഫോണിലൊക്കെ ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യാം, തിരിച്ചറിവിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഒരുപാട് അനുഭവ പാഠങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് വളരാം, തിരിച്ചറിവ് കൂടി മുന്നോട്ട് കയ്യിൽ മുറുകെ പിടിക്കുക. ഒരു ഇക്വേഷൻ പറയാം, നോളജ് പ്ലസ് വിസ്ഡം ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ ഗുഡ് ചോയ്സസ്
ഓർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ എന്തും പറയാം. ഓക്കെ, ഒരുപാട് സാഹചര്യം, ഒരുപാട് തരത്തിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും സമയം എന്നെ കേട്ട ഏവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് പേഷ്യൻസ്. ഓക്കെ, ഇനിയും കണ്ടുമുട്ടാം എന്ന്